എന്നാടാ കേക്ക് വേണോ? കേക്ക് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, നീ പറഞ്ഞോ. നമുക്ക് അടുത്ത ദിവസം മേടിച്ചു തരാം കേട്ടോ. ഇതെന്നാ നല്ല പിള്ളേരെ കെട്ടിക്ക്. സൈക്കിൾ അടുത്ത ദിവസം മേടിച്ചു തരാം, അടുത്ത ദിവസം ആട്ടെ. പ്രകൃതിയായ പായസത്തിൻ്റെ പണിപ്പുരയിലാണ് നമ്മുടെ കലവറക്കാരി. സൈക്കിൾ ചവിട്ടാനുള്ള പരിപാടി കേട്ടോ. ഞങ്ങൾ പുറത്തിറങ്ങിയ അപ്പം നീ നേരെ നിൽക്കും. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അപ്പൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്കുള്ള വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ആഘോഷങ്ങൾ എന്നാൽ ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അലങ്കാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനോട് ഞങ്ങൾ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്ന ഇരിപ്പാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ അവൻ രാവിലെ സ്കൂളിൽ പറഞ്ഞു വിട്ടേക്കുവാണ്. ആ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവൻ്റെ ഇത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നമ്മളൊരു സൈക്കിൾ മേടിച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രാവിലെ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു, രാവിലെ ചോദിച്ചപ്പോൾ എന്നാ പറഞ്ഞത്? ഇന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് മതിയില്ലേ ചോദിച്ചൊക്കെ പറഞ്ഞിരിക്കുവാണ്. പുള്ളി ഏറെക്കുറെ സമ്മതിച്ച് ഇന്ന് നമുക്ക് പായസം വെക്കാം, കേക്കൊക്കെ വാങ്ങിക്കാടാ, സൈക്കിള് നമുക്ക് 2 ദിവസം കഴിഞ്ഞ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞാൽ എന്നാ ശരി, 2 ദിവസം കഴിഞ്ഞ് കിട്ടൂലോ എന്നുള്ള പ്രതീക്ഷയില് പുള്ളി പോയിരിക്കുന്നു. ഇന്നില്ലെന്ന് എന്തായാലും നമ്മൾ അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പം നമ്മള് അവനോട് അവള് പറഞ്ഞ പോലെ രാവിലെ തൊട്ട് അവൻ ഇങ്ങനെ ബർത്ത്ഡേ കാര്യം എഴുന്നേറ്റപ്പോഴേ പറഞ്ഞത് ബർത്ത്ഡേ ആണ്, എന്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് സൈക്കിൾ വേണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ഞങ്ങള് പറഞ്ഞിരിക്കുന്നത് അവനോട് ഇന്ന് സൈക്കിള് ഇന്ന് മേടിക്കാൻ പറ്റുമല്ല, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ്റെ സ്കൂളിൽ വിട്ടത്. അപ്പോൾ ആള് ഇന്ന് സ്കൂളിൽ വളരെ ഹാപ്പി ആയിട്ടൊക്കെയാണ് പോയത്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മുട്ടായൊക്കെ മേടിച്ച് കൂട്ടുകാർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി എല്ലാം ഭയങ്കര കരുതലോട് പോയി. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം സമയം ഏകദേശം ഒരു 3:45 കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ അവൻ്റെ സ്കൂളിൽ അവനെ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവനോട് പറയുന്നത്, എടാ സൈക്കിൾ മേടിച്ചിട്ടില്ല എന്ന് പറയും. അങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മളോട് സൈക്കിൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സൈക്കിളൊക്കെ റെഡി ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ കയറി വരുമ്പോൾ സൈക്കിള് കാണിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ റെഡി. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു കേട്ടോ. വലിയ സംഭവങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം എനിക്ക് പോലെ 2 ബലൂണൊക്കെ മേടിച്ചു. അതുപോലെ തന്നെ ബർത്ത്ഡേയുടെ ഒരു ചെറിയ ബോർഡൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തു. പിന്നെ വൈകിട്ടത്തിന് ഒരു ചെറിയ കേക്കില്ലേ, കേക്ക് മേടിച്ചു. പക്ഷെ അവൻ പറഞ്ഞത് അവന്റെ കേക്കിനോട് താല്പര്യമില്ലല്ലോ. അവന് വെള്ളപ്പായസം വേണമെന്ന് പറഞ്ഞു. അവൻ വെള്ളപ്പായസം എന്ന് വെച്ചാൽ സേമിയ പായസമാണ്. സേമിയ പായസം റെഡി ആണോ? സാധനം എല്ലാം വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ഉണ്ടാക്കിയാൽ മതി, പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. സേമിയ പായസം ഉണ്ടാക്കാൻ അധികം സമയം വേണ്ട. അപ്പം ഒറ്റയ്ക്കുള്ളത് മമ്മി കൂടുമെന്നാണ് പറയുന്നത്. മമ്മിയുണ്ട്, മമ്മി ആവശ്യമില്ല. കാരണം സേമിയ പായസത്തിന് അങ്ങനെ വലിയ ഇതില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും അപ്പൂസിന്റെ ആഗ്രഹം, അവൻ പറഞ്ഞ അവന് കേക്ക് വേണ്ട, സേമിയ പായസം മതി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങള് സേമിയ പായസമുള്ള കാര്യങ്ങളൊക്കെ അവള് കഴിഞ്ഞ ദിവസം പോയി മേടിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം ആരോണ്ടാണ്ട് ബലൂണൊക്കെ വീർപ്പിച്ച് അവനാണ് ഈ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പം എന്താണെങ്കിലും സ്കൂള് ഞാൻ പോയി അവനെ കൊണ്ടുവന്നിട്ടുള്ള അല്ലേ? അതെ. അവനെ കൊണ്ടുവന്നിട്ട് സൈക്കിൾ ഇല്ലെന്ന് പറഞ്ഞ് അവൻ വന്നു കഴിയുമ്പോൾ സൈക്കിൾ കാണുന്ന അവന്റെ ഒരു ആ സർപ്രൈസ് കേട്ട് അവന് ഗിഫ്റ്റ് കിട്ടുമ്പോൾ അവന്റെ സന്തോഷം എന്താന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ 7 വയസ്സ്, അവന് 7ാമത്തെ ബർത്ത്ഡേ. 7 വയസ്സാണ്. സൈക്കിൾ ഉണ്ട്, ഇത് 3ാമത്തെ. ചെറുതായി പോയിട്ടോ, ഇപ്പൊ ഇല്ല. അപ്പൊ എന്താണെങ്കിലും നമ്മൾ നേരെ അവനിപ്പോ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ സ്കൂളിൽ നിന്ന് വന്നിട്ട് കാണാം അല്ലേ? ശരി, എന്നായിക്കോട്ടെ. ഒരു സന്തോഷ വാർത്തയുണ്ട്, സൈക്കിൾ മേടിച്ചില്ല കേട്ടോ. ഇല്ല. എന്നാ സൈക്കിൾ മേടിച്ചില്ല, നമുക്ക് പിന്നെ മേടിക്കാം കേട്ടോ. എടാ മേടിക്കാൻ പറ്റിയില്ലടാ, സൈക്കിൾ മേടിക്കാൻ പറ്റിയില്ല. സൈക്കിൾ മേടിക്കാൻ പറ്റിയില്ലടാ, എന്നാ ചെയ്യാൻ പറ്റും? സൈക്കിൾ നോക്കിയാ പക്ഷെ നടന്നില്ല. സൈക്കിൾ അടുത്ത ദിവസം മേടിച്ചു തരാം പോരെ. ഇപ്പൊ മുട്ടായി മേടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. ഇന്ന് എങ്ങനെയുണ്ട് ബർത്ത്ഡേ ആയിട്ട് സ്കൂളിൽ പോയിട്ട്? എന്നാ പറഞ്ഞു കൂട്ടുകാർക്ക്? എന്നാ പറഞ്ഞു? മുട്ടായി എടുത്തോ? സൈക്കിൾ നമുക്ക് അടുത്ത ബർത്ത്ഡേക്ക് ആട്ടെ കേട്ടോ. അടങ്ങി നിൽക്കും, ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നത്. നമുക്ക് അടുത്ത ദിവസം മേടിച്ചു തരാം കേട്ടോ. ഇതെന്നാ നല്ല പിള്ളേരെ കെട്ടിക്ക്. സൈക്കിൾ അടുത്ത ദിവസം മേടിച്ചു തരാം, അടുത്ത ദിവസം ആട്ടെ.
അടുത്ത ദിവസം മേടിച്ചു തരാം, പോകുമ്പോൾ മേടിച്ചു തരാം. ഓ ഇന്ന് എന്തിനാ സൈക്കിൾ മേടിക്കുന്നത്? കുഴപ്പമില്ല, ഞാൻ മേടിച്ചു അടുത്ത ദിവസം മേടിച്ചു തരാം കേട്ടോ. അടുത്ത ദിവസം മേടിച്ചു തരാം. വാ വീട്ടിൽ കയറി, സമയം പോയി, പോയി കുളി. ഇന്ന് നോക്കിക്കേ. ഓ നിനക്കൊരു സ്നേഹമില്ല, നിനക്ക് എനിക്ക് നമുക്ക് അടുത്ത ദിവസം മേടിക്കാം കേട്ടോ. അടുത്ത പിന്നാലെ മേടിച്ചാൽ മതി. ആ അത് മതി കേട്ടോ. മേടൊന്നും പറയല്ലേ. ഇതെന്നാ നിനക്ക് എത്ര സൈക്കിൾ ഞാൻ മേടിച്ചു തന്നാ? ശരിയല്ലേ? സാരമില്ല, പോട്ടെ, പിന്നെ മേടിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ഒരു ഇടിക്കുക ഡയറി മിൽക്ക് മേടിച്ചിട്ടുണ്ട് വെച്ചിന്, അതുപോലെ എന്തേ ഡയറി മിൽക്ക്. ആ നല്ല വച്ച, അത് ചിരിച്ചേ. പിന്നെ കണ്ണെന്നൊന്നും അറിഞ്ഞില്ല. ചെരുപ്പ് ഇട്ട് വാ, കയറി വാ. അവിടെ നിൽക്കി വലിയ കയറി വന്നാൽ ചെരുപ്പ് ഇട്ട് വലിയ കായൊക്കെ ചെളിയുണ്ട്. ഇഷ്ടപ്പെട്ടോ? വീടില്ലേ ഇവിടെ നോക്കിയേ. സൈക്കിൾ ഇഷ്ടപ്പെട്ടോടാ? നീ ആർത്തോ? നമുക്ക് ഓടിക്കാം, അത് വിളിക്കൊണ്ട് ഇപ്പോൾ എല്ലാ ഡ്രസ്സൊക്കെ മാറുക, എന്നിട്ട് ഓടിക്കാം. അപ്പോൾ എന്നാണെങ്കിലും അപ്പൂസിനെ വളരെ ഹാപ്പി ആയിരിക്കുകയാണ് കേട്ടോ. അവൻ ഓർത്തില്ല, ഞങ്ങൾ പറഞ്ഞത് അവന് സൈക്കിൾ മേടിച്ചില്ലെന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ എന്നാണെങ്കിലും വന്നോളെ നമ്മുടെ രണ്ട് അവൻ സൈക്കിൾ ഓടിക്കാനൊക്കെ നോക്കുന്നുണ്ട് വീടിനകത്തൂടെ. ഡ്രസ്സൊക്കെ മാറിയിട്ട് ഓടിക്കാനൊക്കെ പറഞ്ഞായിരുന്നു. എൻ്റെ ചേട്ടനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അമ്മ ഞാൻ മൊബൈലിലേക്ക് എന്തോ എനിക്ക് വെച്ചേക്കുന്നു. വേണ്ടേ എൻ്റെ ഇതേ പായസം ഉണ്ടാക്കുക, സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൻ്റെ ആഗ്രഹപ്രകാരമാണ് കേട്ടോ. അവൻ പറഞ്ഞ ഈ പ്രാവശ്യം അവന് ശരിക്കും പറഞ്ഞാൽ അവൻ പറഞ്ഞ കേക്കൊന്നും മേടിക്കണ്ട, അവന് സേമിയ പായസം. എന്നാ പായസം അവൻ പറഞ്ഞ അങ്ങനെ വലിയ പായസമൊന്നുമല്ല, ചെറിയൊരു സേമിയ പായസം അവൻ പറഞ്ഞതാണ് കേട്ടോ. അവന് ഈ പ്രാവശ്യം വെള്ളപ്പായസം വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ക്യാരമൽ സേമിയ പായസം കേട്ടോ, അത് വെള്ള കളറൊന്നുമല്ല, ക്യാരമൽ ഇതാണ്. അധികം നേരമൊന്നും ആയില്ല കേട്ടോ, എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. ഞാൻ ഓർത്തില്ല ഇത്ര പെട്ടെന്ന് സേമിയ പായസത്തിന് അധികം സമയം വേണ്ടല്ലോ. അവനാണെങ്കിലും നമ്മൾ അവനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു. നമ്മൾ അവൻ്റെ കള്ളം പറഞ്ഞു. അവൻ പെട്ടെന്ന് കണ്ടപ്പോൾ ചെറിയ സന്തോഷമൊക്കെ ആയി. അപ്പൂസേ എങ്ങനെയുണ്ട്? നീ ഓർത്തായിരുന്നു സൈക്കിൾ ഉണ്ടെന്ന് ഓർത്തായിരുന്നോ? നീ ആഹാ ഇത് മേടിച്ചാലെന്ന് പറഞ്ഞായിരുന്നല്ലോ. പക്ഷെ അമ്മ രാവിലെ പറഞ്ഞപ്പോ ഇന്ന് മേടിക്കണ്ട, നാളെ മേടിച്ചാ പോരെ. എത്രാമത്തെ ബർത്ത്ഡേ ആണോ നിന്റെ? എന്റെ ഏഴാമത്തെ ബർത്ത്ഡേ ആണോ? സ്കൂളിൽ പോയി കൂട്ടുകാരൊക്കെ എന്നാ പറഞ്ഞു? ആണോ? കേക്ക് ഇല്ല, ആണോ? നീയല്ലേ പറഞ്ഞ കേക്ക് വേണ്ട, സൈക്കിൾ പാസ് മാത്രമേ നീയല്ലേ പറഞ്ഞു? മതി പറഞ്ഞു. ആ ഉണ്ടാക്കുന്ന. അപ്പൊ അതുകൊണ്ട് കേക്ക് മേടിക്കണ്ടായിരുന്നു? മേടിക്കണ്ട, നിങ്ങളുടെ ഇഷ്ടം. നീയല്ലേ പറഞ്ഞ പിന്നെ കേക്ക് സൈക്കിള് പിന്നെ ആവശ്യമൊന്നും ഇല്ല. അപ്പൊ ഹാപ്പിയാണോ? കേക്ക് മുറിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നല്ലേ? ആണോ? അത് നേരത്തെ പറയാൻ വേണ്ട, നമുക്ക് സൈക്കിൾ മേടിക്കാൻ കേക്ക് മേടിക്കാൻ തരുന്നായിരുന്നു. അതെല്ലാം നമ്മുടെ സ്കൂളിൽ പോയിട്ട് എന്നാ പറഞ്ഞു? ബർത്ത്ഡേ ബോയ്ക്കൊക്കെ ആൾക്കാർ എന്നാ പറഞ്ഞു? നിന്റെ കൂട്ടുകാരൊക്കെ എന്നാ പറഞ്ഞു? അയ്യോ ബർത്ത്ഡേ ബോയ് താഴെ വീണേ. ആ സാരമില്ല, പോട്ടെ. അവിടെ പിടിച്ചു നിന്നു, കുഴപ്പമില്ല. ബാലൻസ് കിട്ടിപ്പോയി. പറ, പറഞ്ഞോ. സ്കൂളിൽ പറഞ്ഞത് എത്രാമത്തെ ബർത്ത്ഡേ ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏഴാമത്തേക്കാണ്. മുട്ടായി കൊടുത്തോ? ടീച്ചർക്ക് കൊടുത്തോ? ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ? ഓ മെഡിക്കൻ. ഒന്ന് സേമിയ പായസം ആണ് നമ്മുടെ ബർത്ത്ഡേക്ക് അല്ലേ? എനിക്ക് സേമിയ പായസം ഇഷ്ടം, അതുകൊണ്ടാണ് സേമിയ പായസം. അമ്മ ഉണ്ടാക്കുന്നുണ്ടല്ലേ? മൊത്തത്തിൽ എന്റെ കൂട്ടുകാരന്മാര് നാളെ സ്കൂളിൽ വരട്ടെ, എനിക്ക് സമ്മാനം തരാൻ കുറെ പറയുന്നുണ്ട്. ആണോ? ഓ അപ്പൊ നാളെ സമ്മാനം കിട്ടും. ഗൈസ്, അങ്ങനെ നമ്മുടെ സേമിയ പായസത്തിന്റെ പണികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അവസാനം നിന്നെല്ലാം ചേർത്തിടേണ്ട അവനങ്ങനെ പതിയെ കുറുകാൻ വെച്ചിട്ടാണ്. അടിപൊളിയായിട്ടുണ്ടെന്ന്, അതുകൊണ്ട് നല്ല മണമൊക്കെ ഉണ്ട്. എൻ്റെ
പുള്ളി സൈക്കിൾ ചവിട്ടാനുള്ള പരിപാടി കേട്ടോ. ഞങ്ങൾ പുറത്തിറങ്ങിയ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പം വിടണോ നീ നേരെ നിൽക്കും. അജയ്? എനിക്ക് പേടി, ഞാൻ വിടത്തില്ല. അവൻ ഓടിച്ചോളൂ, നീ ഉണ്ടി വിട്. അപ്പൊ വിട്ട് ഇത് ചെരിഞ്ഞു പോകുന്ന സൈഡിലോട്ട്. പുള്ളിക്ക് സൈക്കിൾ ചവിട്ടാനൊക്കെ അറിയാം, പക്ഷെ ഇപ്പൊ വലിയ സൈക്കിൾ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട്. നമുക്ക് നോക്കാം. ചവിട്ടിക്ക ചവിട്ട്. റെഡി? ഓക്കെ നേരെ പോട്ടെ. സാരമില്ല, മതി പോട്ടെ. വേണ്ട, തകർത്ത് വരികയാണ്. ഓക്കെ അല്ലേ? അടിപൊളി, ഒരു കുഴപ്പമില്ല. കളി. ഓക്കെ, പോട്ടെ. കൺട്രോൾ ഒന്ന് പോയി. ആരോട് അടങ്ങിയേരി? അപ്പം പുള്ളി കുഴപ്പമില്ല, അടി നോക്കണേ എന്നോട്. പതിയെ. പോട്ടെ. അയ്യോ, അവിടെ സൗണ്ട് കേട്ട. ഇത് എന്നാ ചവൻ കാണിക്കുന്നേ? പുള്ളി സൈക്കിൾ ചവിട്ട് റെഡിയായി. ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ളായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഒത്തിരി നാളായി ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടിയിട്ട്. അവൻ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ. അവൻ ആദ്യത്തെ ചെറിയ സൈക്കിളായിരുന്നു. ഇത് ഇച്ചിരി വലിയ സൈക്കിൾ ആയതുകൊണ്ടാണ്. എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ആരോന്റെ സൈക്കിൾ, അത് ഇങ്ങനെ വന്നോടാ. ആ സൈക്കിൾ കാണാതിരിക്കുന്നതാണ് പുരാവസ്തുക്കാർ ചോദിച്ചിട്ടുണ്ട്. അവന്റെ ഇത് അവന്റെ എത്ര 4-ാമത്തെ 5-ാമത്തെ സൈക്കിളാണ്. ദൈവമേ, അവൻ വേറെ ലെവലാ. എന്താണ് കാണിക്കുന്നത്? ഇതൊക്കെ രണ്ട് ബ്രേക്ക് ഇല്ല, ടയറിന് കാറ്റില്ല, തുരുമ്പടിച്ച് പുതിയ സൈക്കിളായിരുന്നു കേട്ടോ. ഈ ലെവലിലേക്ക് ആക്കി മാറ്റിയത് അധികം നാളൊന്നും ആയില്ല. വെറും 1.5 വർഷം കൊണ്ട് 1.5 വർഷം കൊണ്ട് ഒരു സൈക്കിൾ ഈ ലെവലിലാക്കി മാറ്റിയതാണ്. അപ്പം ആ കാര്യത്തിൽ അവൻ പ്രാവീണ്യം നേടിയിരിക്കുന്നു. എടാ, എന്ന് ചവിട്ടിക്കടാ. നിന്റെ സർക്കസ് ഒന്ന് കാണിച്ചു, എങ്ങനെയാന്ന് കാണണ്ടേ? എന്നാണെങ്കിലും സൈക്കിളൊക്കെ ഇതിന് പോയിട്ടാണെങ്കിലും പ്രശസ്തരാകുന്നില്ല. ചവിട്ടട്ടെ, കയറ്റി ഇരുത്താൻ അവൻ അങ്ങനെ ചവിട്ടി പഠിക്കട്ടെ. പതിയെ. കൊള്ളാം. അങ്ങനെ നേരെ നോക്ക് ചവിട്ട്. ഇനി പതിയെ ബ്രേക്ക് ചവിട്ടി പതിയെ ചവിട്ടി ഇറങ്ങി ഇറങ്ങാൻ. മോനെ നേരെ നോക്കി വണ്ടി ഓടിക്കോളൂ, വേറെ നോക്കല്ലേ. പതിയെ ബ്രേക്ക് ഓടിക്കേ. ബ്രേക്ക് പിടിക്കാനാ പറ. പതിയെ. ബ്രേക്ക് പിടിക്കേ. ഇങ്ങനെയാണോ ബ്രേക്ക് പിടിക്കുന്നത്? വീടല്ലേ, ഇന്ന് തന്നെ പെയിന്റ് ഒന്നും കളയല്ലേ ദേഹത്തെ. അപ്പൊ നമ്മളിത് ചെറിയ പുതിയ സൈക്കിൾ വാങ്ങിച്ചപ്പോഴത്തേക്കും അവന്മാരുടെ ആ ഒരു ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റിൽ കുറച്ചു നേരം സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടി ഇത് വഴി. ഇനിയിപ്പൊ ഞങ്ങള് ഒന്ന് പോയി ഫ്രഷ് ആവണം. ഒരു ചെറിയ കേക്ക് കൂടെ കൊണ്ടുണ്ട് കേട്ടോ. ചെറിയൊരു കേക്ക് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അതെ, അവനറിയത്തില്ല. കേക്കില്ലെന്നാ പറഞ്ഞത്. സൈക്കിളൊക്കെ കിട്ടിയില്ലേ, പായസം ഉണ്ട്. അവന് കേക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഒരു ചെറിയ കേക്ക് ഉണ്ട് കേട്ടോ. സർപ്രൈസ് ആയിട്ട് ചെറിയൊരു കേക്ക്. അതുകൂടെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ നേരം വേണം കേട്ടോ. അവന് കേക്ക് വേണമെന്ന് പറഞ്ഞു. അവൻ കേക്ക് വേണമെന്ന് നീ എന്തിനാ കരയുന്നേ? ആണോ ഇല്ലാത്തവന്? എന്നാ കേക്കുന്നുണ്ട്? കേക്കുന്നുണ്ടെന്നേ. കേക്ക് നാളമില്ല. സൈക്കിൾ മതിയല്ലേ നീ പറഞ്ഞേ? സൈക്കിൾ വേണമെന്ന് പറഞ്ഞ് കേക്ക് വേണ്ട, നിനക്ക് പായസം മതി എന്നാ പറഞ്ഞത്. എന്നാ സമ്മാനോ? അപ്പൊ നീയല്ലേ പറഞ്ഞ എനിക്ക് പായസം മതി എന്ന് പറഞ്ഞ. പായസം പറ്റില്ലേ? പൈസ കൊടുത്തില്ലേ? പിന്നെ എന്താ കേക്ക്? എന്തിനാ കേക്കൊന്നും ഇല്ല. ഇനി പോ. എന്നാടാ കേക്ക് വേണോ? കേക്ക് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, നീ പറഞ്ഞോ. അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള എന്നാടി അടുത്ത പ്ലാനിങ് എന്നാ? നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ബോയോട് നമുക്ക് ചോദിക്കാം ഇന്നത്തെ ബർത്ത്ഡേ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടോന്ന്. മൈക്ക് കൊടുക്കാം. ചോദിച്ചോ. അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ ബർത്ത്ഡേ? ഇഷ്ടപ്പെട്ടോ?
എല്ലാ പരിപാടിയും ഇഷ്ടപ്പെട്ടോ? ആ. സൈക്കിളൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ആ. ഹാപ്പിയാണോ? ആ. ഒന്നും കുഴപ്പമില്ലല്ലോ? ഇല്ല. കേക്ക് മുറിക്കാൻ പറ്റിയില്ല അല്ലേ? അതിന് സങ്കടം ഉണ്ടോ? ചെറുതായിട്ട്. അത് സാരമില്ല. അപ്പൊ സൈക്കിള് നീ എന്തിനാണ് കാര്യമൊക്കെ ചെയ്തേ? നീ അല്ലേ പറഞ്ഞത് നിനക്ക് സൈക്കിൾ മേടിച്ചാൽ മതി, പിന്നെ കേക്കിന് പകരം പായസം മതി, അതും വെള്ള പായസമാണോ നീ പറഞ്ഞത്? സേമിയ പായസത്തിന് കേക്ക് മുറിക്കണം പറഞ്ഞ് കരിഞ്ഞ് വഴക്കുണ്ടാക്കിയത് കരിഞ്ഞല്ലോ. നീ അല്ലേ പറഞ്ഞ എനിക്ക് സൈക്കിളും മതി പായസവും മതി, കേക്ക് വേണ്ട അല്ലേ? കേക്ക് ഒരു ചെറിയ കേക്ക്, ഹാപ്പിയല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പം ഹാപ്പിയല്ലേ? ഏട്ടോ എന്ത് ഏട്ടോ വിളിച്ചേ? ഏട്ടോ വാ. ഏട്ടോ വാ. ഹാപ്പി ബർത്ത്ഡേ. പുള്ളി തന്നെ തന്നെ പുള്ളിക്ക് കേക്ക് കൊണ്ട് തരുമ്പോഴേ പുള്ളി ആള് മാറി. പുള്ളിയുടെ തൊപ്പിയൊക്കെ വെച്ച പാവോട്ട് കേട്ടോ. അതുവരെ പുള്ളി തൊപ്പിയൊക്കെ മാറ്റി വെച്ചേക്കുമായിരുന്നു. മുഖത്തൊരു സങ്കടമായിരുന്നു. ഇപ്പൊ ഹാപ്പി ആയതല്ലേ? കേക്ക് മുറിക്കാമോ? കുഞ്ഞിനൊക്കെ നീ പറഞ്ഞു കൊച്ചു മുറിക്കും. നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് ഒരു കുഞ്ഞു കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പൂസ് പ്രതീക്ഷിച്ചില്ല, അവൻ ഹാപ്പി ആയിരുന്നു, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാണെങ്കിലും കേക്ക് മുറിക്കാനുള്ള സമയമായി. അവൻ്റെ 7th ബർത്ത്ഡേ ആണ്. അപ്പം ഏതൊക്കെ ഉണ്ടോ? ഓക്കെ. തിരിച്ചു വീഡിയോ അനുവദിക്കും. കുത്തിക്കോ. അപ്പൊ അതുകൊണ്ട് ഷെറിന്റെ ബർത്ത്ഡേ കേക്ക് ഇവിടെ റെഡിയാണ്. അപ്പൊ നമ്മൾ കട്ട് ചെയ്യാൻ പോണു. അപ്പൊ സാർ റെഡി? എല്ലാം നേരെ വെക്കണം. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ അപ്പൂസിന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ കട്ട് ചെയ്യാം. ഊതിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you, Asher. Happy birthday to you. അങ്ങനെ അപ്പൂസ് കേക്ക് കട്ട് ചെയ്തു. അയ്യോ അക്രാന്തം കാണിക്കുകയാണല്ലോടാ. ഹാപ്പി ബർത്ത്ഡേ. സാരില്ല കഴിച്ചോട്ടെ. നിക്കണ ഹാപ്പി ബർത്ത്ഡേ കൊടുത്തേ. അപ്പൂസിനോട് വെൽക്കം. എടുത്തു കൊടുക്ക. എടുത്തു ആട്ടോ കൊടുത്തേ. ആട്ടോ അവന്റെ ചേട്ടനെ വിളിക്കുന്നതാണ് ആട്ടോ. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നമ്മുടെ കേക്ക് മുറി അപ്പൊ എന്താണെങ്കിലും അത് ശരിയാലോ. അങ്ങോട്ട് ഇവിടെ ഉണ്ടല്ലോ. എടാ കള്ള. അവനതൊക്കെ വലിയ ഇഷ്ടമാ. സന്തോഷമായോ? അപ്പൊ ഹാപ്പിയാണോടാ? മേത് പറ്റിക്കല്ലേ. അപ്പൊ ഇത് നമ്മുടെ ബർത്ത്ഡേ കേക്ക് മുറിയും കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ സന്തോഷമായല്ലോ? പപ്പൂസിനൊരു സന്തോഷക്കുറവുണ്ടായിരുന്നു, കേക്കിന്റെയും കൂടെ കുറവുണ്ടായിരുന്നു. ഏതായാലും കേക്ക് മുറിച്ച് ബർത്ത്ഡേ ആയിട്ട് പുള്ളി കരയൊക്കെ ചെയ്തു. ഏതായാലും കേക്കും കിട്ടി. ഇപ്പൊ ഹാപ്പി ആയല്ലോ. അപ്പൊ ഗൈസ് നമ്മുടെ അപ്പൂസ് വളരെ ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ കഴിയുകയാണ്. അപ്പൂസ് ഓർത്തില്ലല്ലേ കേക്ക് ഉണ്ടെന്ന്? പുള്ളി ഇല്ല, ഓർത്തില്ല. അപ്പം ഒരിക്കലും ഓർത്തില്ല. അപ്പൊ എന്നാണെങ്കിലും പുള്ളി ബർത്ത്ഡേ ആയിട്ട് ഒരു കരയൊക്കെ ചെയ്തു. ഞങ്ങളുടെ സങ്കടമൊക്കെ ഉണ്ടായി. എന്നാണെങ്കിലും പുള്ളി ഹാപ്പിയാണ് ഇപ്പൊ കേട്ടോ. അപ്പൊ ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. അവനെന്തോ കാര്യം സ്ഥിരം കാര്യമാണോ? പറഞ്ഞു. സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ഇട്ട് വരുമ്പോ തീർച്ചയായിട്ടും ബർത്ത്ഡേ ആയിട്ട് അവൻ അവന്റെ രീതിക്ക് അവൻ വൈൻഡപ്പ് ചെയ്യാൻ നോക്കി. അതിനാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഒരു കൂടി എല്ലാവർക്കും ബൈ.